അതെ, തന്നേൽ കണ്ടതെല്ലാം ശരി തന്നെയാണ്. നമ്മൾ ഇന്നൊരു ചെറിയ അരാപ്പൈമീനെ മേടിക്കാൻ പോവാണ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളിന്ന് കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു അരാപ്പൈമീനെ മേടിക്കണമെന്ന്. അപ്പോൾ നമ്മൾ സ്ഥിരം മീൻ മേടിക്കുന്ന അക്വേറിയം ഇവിടെ ഉണ്ട്. കോട്ടയത്ത് സംക്രാന്തിയിൽ ഷാ ഗോൾഡൻ അക്വേറിയം എന്ന് പറയുന്ന അക്വേറിയത്തിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മീൻ മേടിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അരാപ്പൈമയുടെ കുഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ മേടിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് അക്വേറിയം. ചേട്ടനുണ്ടോ ചേച്ചി? ചേട്ടൻ എന്നെ പരിചയം. ചേട്ടൻ നേരത്തെ ഇവിടെ കാണുമെന്ന് പറഞ്ഞാണ്. എന്താണ് ഞാൻ സാധനത്തിനെ കാണിച്ചു തരാം. ഇവിടെ എവിടെയോ കിടപ്പുണ്ടായാലും അടിപൊളി കാണിച്ചു തരാം. വേണ്ട ആ കിടക്കുന്നതാണ് നമ്മൾ മേടിക്കാൻ വന്ന മീൻ കേട്ടോ. പുള്ളി ഒരു ഇച്ചിരി തറയോടൊക്കെ പറ്റി കിടക്കുവാണ്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതിന്റെ പുറകിൽ ഈ കിടക്കുന്നതാണോ? ഇതൊരു വലിയ അരാപ്പൈമയാണ്. ഇതിനെ ചേട്ടൻ കൊടുക്കാനിട്ടിരിക്കുന്നതാണ്. അതിന്റെ പ്രൈസ് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു അരാപ്പൈമയും അലിഗേറ്റർകാരും ഒക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതിനെ സ്ലോ മോഷൻ ക്യാമറയൊക്കെ വെച്ചിട്ട് അതിന് ഫീഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അരാപ്പൈമയുടെ ഫീഡിങ് സ്ലോ മോഷനിൽ. മലയാളത്തിൽ അതിങ്ങനെ അധികം ആരും അത് ചെയ്തിട്ടില്ല. ഇതാണ് ജോബൻ വന്നിട്ടുണ്ട്. ജോബൻ പാവം ഒരു വർക്ക് ആയിട്ട് വന്നതാണ് കേട്ടോ. അടുത്ത് വണ്ടി ഓടിച്ചു വന്നതായിരിക്കും. തൊടുപുഴയിൽ വർക്കിംഗ് ആയിട്ട് വന്നതാണ് കേട്ടോ പാവം. എന്താണ് ജോബിൻ പണി തുടങ്ങി. ജോബിന് പെട്ടെന്ന് പോകണം. അപ്പോൾ അവനെ നമുക്ക് നേരത്തെ പറഞ്ഞു വിടാം. ജോബിൻ്റെ വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ജോബിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജോബിനെ ഇങ്ങനെ മതി. അപ്പോൾ ജോബിന് എടുത്തത് ആ ക്ലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കാരണം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഇവനാണ്. കാരണം ഇവനാണ് അത്രയും നന്നായിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവനെ പറഞ്ഞു വിടാം. നമുക്ക് മീനെ മേടിക്കാം. ചേട്ടൻ വന്നിട്ടുണ്ട്. സാധനത്തിനെ പിടിക്കാൻ പോകണം കേട്ടോ. 8 ഇഞ്ച് അല്ലേ? 8 ഇഞ്ച് ഉണ്ട് കേട്ടോ. 8 ഇഞ്ചുള്ള മീനാണ്. ഇതിൻ്റെ വില ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ മതി. ചേട്ടൻ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോടെ ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ മതി. 8 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. എത്ര ആളാണ് ചേട്ടനെ കിട്ടിയിട്ട്? ഇപ്പം ഒരു 2 ആഴ്ച അല്ലേ? അരപ്പേമാണ് കുഞ്ഞാറ്റ ഒരു സീസണാണ്. കഴിഞ്ഞാൽ പിന്നെ കിട്ടും. അലിഗേറ്റർ എപ്പോഴാണ് കിട്ടും? അലിഗേറ്റർ നമുക്ക് എപ്പോഴും ഉണ്ടാകും. ആണല്ലേ? കേട്ടല്ല, നമ്മുടെ അരാപ്പൈമയുടെ കുഞ്ഞുങ്ങളെ മാത്രം സീസണലാണ് കേട്ടോ. അതിന് എപ്പോഴും കിട്ടത്തില്ല. അലിഗേറ്റർ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചേട്ടൻ അതിന് പിടിക്കട്ടെ, കാണിച്ചില്ല. എന്തായാലും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മേടിക്കണമെന്ന്. പിടിക്കാം. പുള്ളി ഫുള്ള് പേടിച്ചാൽ റോഡ് കിടക്കണം കേട്ടോ. വേണ്ട, ചെറുതാണല്ലോ. നല്ല ചാട്ടമല്ലേ? ആക്റ്റീവ് ആണല്ലേ? അടിപൊളി. അപ്പം ആണോ? ഇഷ്ടംപോലെ ഗപ്പിയുണ്ട്. എല്ലാം ഗോൾഡ് ഫിഷ് അടിക്കുന്നത്. ആഹാ, അടിപൊളി. ചേട്ടൻ പറഞ്ഞതനുസരിച്ച് നമുക്കിപ്പോൾ കിട്ടിയ ഈ സാധനം ഈ സൈസുള്ള ഗോൾഡ് ഫിഷിനെ വരെ കഴിക്കുന്ന ഐറ്റമാണ് കേട്ടോ. ചേട്ടൻ അവനെ അടിപൊളി. നല്ല ചാട്ടം, നല്ലതായിട്ട് ചാടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ കുറേ അലിഗേറ്റർ കിടപ്പുണ്ടോ. ഇതിൻ്റെ വില എങ്ങനെയാ? അലിഗേറ്ററും കൂടെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം മേടിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എല്ലാവരുടെ അഭിപ്രായമായിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ. അതിനെ മേടിക്കാനായിട്ട് ചെറിയൊരു പ്ലാനുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും മേടിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഇവരെ മാത്രം കൊണ്ടിടാം. ചേട്ടനപ്പോൾ ഫുള്ള് പാക്ക് ചെയ്ത്
സെറ്റായി കേട്ടോ. പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് ആയിട്ട് കുളത്തിലാണോ? കുളം പക്ഷേ അത് ഇതാണ് ചാടരുത്, ചാടത്തില്ല. എന്നാലും ആ അതിൻ്റെ അപ്പുറം ഒന്ന് ചാടിയാലും ഒന്ന് ഇതാക്കിയിട്ടേക്കണം, വല കൂടിയിട്ടേക്കണം. വലയുണ്ട്. പിന്നെ വീട്ട് വെക്കണം, വേണ്ടല്ലോ, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല 9 മാസം കൊണ്ട് ആ വലിപ്പം ഗ്യാരണ്ടി. ഇപ്പം ഞാൻ കൊടുത്തവർക്കെല്ലാം ഇപ്പം ഇപ്പോൾ ഒരു 3 മാസം കൊണ്ടൊക്കെ ഇത്രത്തൊക്കെ ആയി തുടങ്ങി എല്ലാവരും. ഞാനൊരു 1 മാസത്തിനുള്ള ടാങ്ക് വലുതാണ്. ഫീഡ് നല്ലോണം കേട്ടോ. ഗപ്പിയില്ലേ നമുക്ക് എന്തായാലും ഇട്ട് കൊടുക്കാം. ഒരു കവർ ഇട്ടോ കേട്ടോ. കവർ വേണ്ട, പ്ലാസ്റ്റിക് കവർ വേണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും കണ്ടല്ലോ, നമ്മൾ മീനിനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്, പോവാണ്, നേരെ വീട്ടിലോട്ട് പോവാണ്. വണ്ടി കുറച്ച് ദൂരെയാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് സാധനത്തിനെ കൊണ്ട് വീട്ടിലിരുന്ന് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട്. കളർ നോക്കിയാണല്ലേ, അടിപൊളി. അപ്പോൾ നമ്മുടെ അരാപ്പായി നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കട്ടെ അല്ലേ, പുള്ളി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കട്ടെ. ചിരിച്ചിടാം. ആള് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തിക്കൊണ്ട് പോവാണ് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് അവനെ ആമസോണിൽ നിന്നൊക്കെ വന്നതല്ലേ, അതുകൊണ്ട് അവനെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരുത്തി നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നേരെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണിച്ചു തരാം നമ്മുടെ ഇവരിടുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് എന്നാലും നേരെ മേളിൽ കൊണ്ട് അക്കരത്തിൽ കൊണ്ടിടാം. മിസ്റ്റർ ഹരിക്കുട്ടൻ, ഹരി ഇങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ട്, ഹലോ, ഇഷ്ടപ്പെട്ടോ? ഇവനെ നേരെ കൊണ്ടുപോയി നമ്മുടെ ടാങ്കിലോട്ട് ഇടാൻ പോവാണ്. നമ്മുടെ ഓസ്കാർ അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഓസ്കാറിനെ കാണിക്കുന്നില്ല, അടുത്ത ദിവസം വീഡിയോ കാണിച്ചായിരുന്നു. അതുപോലെ കണ്ണൻചാള ഇവിടെയുണ്ട്, അവനുള്ള അക്വേറിയം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടാങ്കിൽ ഞാൻ വലയിട്ട് മൂടിയിട്ടാണ് പോയത്, കാരണം കൊക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലയിട്ട് മൂടിയില്ലെങ്കിൽ കൊക്ക് എല്ലാത്തിനും പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ ക്യാമറ ഒന്ന് മേളിൽ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, പെർഫെക്റ്റ്. അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ ഇതിനകത്ത് വല അങ്ങോട്ട് മാറ്റാം. വല നമുക്ക് ആദ്യം മാറ്റാം. വല മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ ഇടാൻ പറ്റുന്നുണ്ടോ. ഗപ്പികളെല്ലാം വന്നിപ്പോൾ ഉണ്ട്. ഗപ്പികളൊക്കെ അറിയുന്നില്ലല്ലോ ഇതുപോലത്തെ ഒരു സാധനമാണ് ഇനി ഇവന്മാരുടെ ഇടയ്ക്ക് കിടക്കാൻ പോകുന്നത്. ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പുറം ഗപ്പി ഉണ്ടെന്ന് ഇവനെങ്ങാനും അറിയുമോ, അല്ലെങ്കിൽ ഇവൻ ഇപ്പുറത്തേക്ക് ചാടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി, രക്ഷപ്പെട്ടു പുള്ളി. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ കെട്ടഴിച്ചിരിക്കുവാണ്. കെട്ടഴിച്ചിട്ട് നമുക്ക് പയ്യെ നൈസായിട്ട് ഇവനെ ഇതിലോട്ട് വെക്കാം. ഇതിലുമ്പഴേ അവൻ ചാടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഗപ്പികളുടെ എല്ലാം അന്ത്യമാണ്. അന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ ഇറക്കി വിടാവേ. കുറച്ച് നേരമായി, 10 മിനിറ്റായി. ഇറങ്ങി കേട്ടോ. അങ്ങനെ ദ ലെജൻഡറി അരാപ്പൈമ നമ്മൾ ഒരെണ്ണത്തിന് കിട്ടിയിരിക്കുവാണ്. നൈസ്. അപ്പോൾ ഈ അങ്ങ് പൊക്കാവേ. വെള്ളം കടിച്ചു കേട്ടോ. ഇതുകൊണ്ട് ഇവന് എയർ ബ്രീത്തിങ് ഫിഷാണ്. അപ്പോൾ ഇവന് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വെള്ളം കടിക്കും. നമുക്ക് 2 ഗപ്പീനെ പിടിച്ചിട്ട് കൊടുത്ത് നോക്കിയാലോ. ഈ പാലിട്ടുള്ള പ്രശ്നമില്ല. ചില സമയത്ത് നിങ്ങൾ മേളിൽ ചാടിയിട്ടേ നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇതുണ്ടോ, 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 ഇതിങ്ങനെ പൊങ്ങിക്കിടക്കും. എന്താണെങ്കിലും നമ്മുടെ അരാപ്പായ്മ അവിടെ 2 ദിവസം കൊണ്ട് സെറ്റ് ആകുമായിരിക്കും. തീറ്റയൊക്കെ പുള്ളി കഴിക്കുമായിരിക്കും. ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് തരുന്ന കാര്യം നമ്മുടെ ഗീവ് വേ ഇതാണ്, കണ്ടല്ലോ. ഗീവ് ഇതാണ്. സ്ലിം സിംസ് എന്ന് പറയുന്ന സീമൻ്റെ ഒരു ഷാഡാണ്. നല്ല അടിപൊളി 4-5 ഷാഡുണ്ട്. അതുപോലെ തന്നെ ഒരു ല്യൂർ ബോക്സ് ഉണ്ട്, ഒരു നല്ലൊരു ല്യൂർ ബോക്സ്. ഏകദേശം 480 രൂപയാണ് ല്യൂർ ബോക്സിൻ്റെ വില. അതുപോലെ ഷാഡിനും ഏകദേശം 500 രൂപ വിലയുണ്ട്. അപ്പോൾ ഒരു 1000 രൂപയുടെ ഗിവ് അവേ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണൻചാളയ്ക്ക് നിങ്ങൾ പേരിട്ടതുപോലെ നമ്മുടെ അരാപ്പേമയ്ക്ക് ഒരു പേരിടുക.
നിങ്ങളുടെ പേരും ഫോൺ നമ്പറും പിന്നെ നിങ്ങൾ നമ്മുടെ മീനിന് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പേരും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാണ് നമ്മൾ ഗീവ് അവേ ഇത് കൊറിയർ ചെയ്തു തരും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ കണ്ണൻചാടയ്ക്ക് പേരിട്ട ആളുടെ ഫോട്ടോയാണ് ഇവിടെ നിങ്ങൾ ഈ താഴെ കാണുന്നത്. നമുക്ക് ഈ ഗീവ് അവേ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്യാബ്രൽ ഔട്ട്ഡോർസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബ്രാൻഡാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ടെൻ്റൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഫിഷിംഗ് ട്രിപ്പ് പോവാണ്. ഉടനെ തന്നെ നമ്മളൊരു ഫിഷിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണെന്നൊക്കെ ഉള്ളത് വഴിയെ നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇറ്റ്സ് മീ സെവൻ സിറേക്ക്. താങ്ക് യു സോ മച്ച്.